അപ്പോൾ DGPയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ സംവിധാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ആ സംഘത്തിന് തന്നെ DGPയുടെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റംഗങ്ങൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ DGPയെ സഹായിക്കാനുള്ളവരാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത്. ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യും. പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന CPIMന്റെ സമീപനം കോൺഗ്രസിനില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞത് അവരുടെ മുൻ AICC അംഗം കൂടിയായിട്ടുള്ള സിമി റോസ് ബെൻ ഷോൺ ആണ്. എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നെല്ലാവർക്കും അറിയാം. അവരെ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കി. എവിടെ ചർച്ച ചെയ്തിട്ട് ആര് ചർച്ച നടത്തിയിട്ടാണ് പുറത്താക്കിയത്? അവരെ പുറത്താക്കുന്ന നിലപാട് തന്നെ സ്വീകരിച്ചു. അത് മാധ്യമങ്ങളൊന്നും ഗൗരവപൂർണമായ ഒരു ചർച്ചയിലേക്ക് വന്നില്ല. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ നിലപാട് എടുക്കുന്നവരാണ് ഹേമ കമ്മിറ്റിയുടെയും മറ്റ് പേര് പറഞ്ഞ് തെരുവിലിറങ്ങുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, അൻവറിൻ്റെ ആവശ്യപ്പെട്ട കാര്യവും എല്ലാം ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവ് അവരിതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിക്കുകയോ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത്. തികച്ചും രാഷ്ട്രീയമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ഇപ്പോൾ തികച്ചും രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിന് പൂർണ്ണമായി മാധ്യമങ്ങളിൽ മിക്കവാറും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. അപ്പോൾ കേരളത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണത്തിൻ്റെ വേദിയായി അതിനൊക്കെ ഉപയോഗിക്കാനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും പ്രതിസന്ധിയിലാക്കാം എന്ന ഗവേഷണത്തിലാണ് മാധ്യമങ്ങളും ഇപ്പോഴും ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അൻവറിൻ്റെ പരാതികളെ സംബന്ധിച്ച് പറയുന്ന മാധ്യമങ്ങൾ നേരത്തെ അൻവറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. എല്ലാ കാലവും അൻവറിനെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഓരോന്നിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പറയാനാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ഏറ്റവും പിന്തിരിപ്പനായ രാഷ്ട്രീയക്കാരനാണ് അൻവർ എന്നാണ് നിങ്ങൾ ചിത്രീകരിച്ചത്. അങ്ങനെ മറന്നു പോകേണ്ട കാര്യമുള്ളതല്ല. അത് വളരെ വിദൂരമായ ഒരു ഭാവിയിലുമല്ല, ഭൂതത്തിലുമല്ല, സമീപ ഭൂതകാലത്ത് വന്ന ചർച്ചയാണ് ഞാൻ പറയുന്നത്.